ലല്ലു ആദ്യ ലാമി ഇന്നെന്താ കഴിക്കാൻ വേണ്ടത്? ലല്ലു പോയി. ലാമിക്ക് എന്താ വേണ്ടത്? ആദിക്കോ നമുക്ക് ഷവർമ ഉണ്ടാക്കാം. എന്താ വേണ്ടേ? ഷവർമയാണ്. ഷവർമ വേണ്ടേ? ഷവർമ ഹായ് ലവ് കൊടുക്ക്. അതിന് ഹാർട്ട് ഫ്ലൈഗിസ് ലവ് കൊടുക്ക്. ലവ് കൊടുക്ക. ലവ് ലവ് ക്യാമറക്ക്. യെസ്. അപ്പം പിള്ളേർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിലൊരു ഹോംലി ഷവർമ ഉണ്ടാക്കിയല്ലോ. ആദ്യം തന്നെ നമുക്ക് ഷവർമയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന ചേച്ചിയാണ്. നമുക്ക് വേണ്ട ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് ഇത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാതെ ഇങ്ങനെ പച്ചയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേവിച്ചൊന്ന് വേവിക്കാം. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് നമ്മളത് വേവിച്ചെടുക്കുക. അപ്പം അങ്ങനെ അത് വേവിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ സാധനം ഷവർമയ്ക്ക് വേണ്ട ചിക്കനല്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിലായിരുന്നു ഉണ്ടായത്. ആ ചിക്കനൊക്കെ എടുത്ത് ബോൺലെസ് ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചിക്കൻ എടുത്ത് ഇതുപോലെ ഈ ബോൺലെസ് ചിക്കൻ നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരക്കല്ലിൻ്റെ ഒരലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ വീട്ടിലുള്ള ഷവർമ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിയാം കേട്ടോ. നമുക്ക് മറ്റേ ഷവർമ റോൾ ആ സാധനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഇടിച്ച് പരത്തിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് ലാസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കുനുകുനാന്ന് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അങ്ങനെ ഉപ്പ് എല്ലാം ഇട്ട് ഈ മസാല പിടിക്കുന്നത് സംഗീതൻ്റെ ചേട്ടനാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഷവർമ ഉണ്ടാക്കലാണ്. എല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ പിടിച്ച് കുറച്ച് നേരം വെച്ചു കേട്ടോ. ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് പൊരിക്കാൻ എടുക്കുകയാണ്. നമ്മളങ്ങനെ തിളച്ചെണ്ണയിലേക്ക് ചിക്കനൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന കൈകൾ ചേട്ടൻ്റെ ഭാര്യയുടെയാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒത്താശ എന്ന് വെച്ചാൽ മെയിൻ കുക്ക്. ബാക്കി ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാണ് പറഞ്ഞു തരുന്നത് ചെയ്യുന്നതെന്നേ ഉള്ളൂ. പക്ഷെ മെയിൻ കുക്ക് ചേച്ചിയാണ്. അപ്പം ഇനി അങ്ങനെ ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ടു. പിന്നെ ഞാൻ ഇത് ഫ്രൈ ചെയ്ത കൂടെ വെറും ഷോയാണ് ഗൈസ്. അവർക്ക് വീഡിയോ എടുക്കാൻ മടിയായതുകൊണ്ട് എന്നെ ആക്കുന്നതാണ്. കാരണം ഞാൻ വെറുതെ അസിസ്റ്റൻ്റായി മാത്രം നിന്നിട്ടേ ഉള്ളൂ. ഇതുപോലെയുള്ള ഷോകൾക്ക് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്ത് കോരി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മയണൈസ് ഉണ്ടാക്കണം. മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 3 മുട്ടയാണ് എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചു. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ അത് ഇതും ചേച്ചിയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സാധനം ഏകദേശം ബേസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഈ പച്ചക്കറിയുടെ ഈ വെജിറ്റബിൾസിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ബ്ലെൻഡായി വരും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ ബ്രെഡ് വെച്ചിട്ടാണ് ഷവർമയുടെ റോൾ ഉണ്ടാക്കുന്നത്. കുബൂസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഫുഡ് കഴിക്കില്ല എന്നല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ബ്രെഡ് നമ്മളിങ്ങനെ ബ്രെഡിൻ്റെ അകത്തേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ആഡ് ചെയ്തിട്ട് അടുത്ത ബ്രെഡും വെച്ചിട്ട് നമുക്കത് ഇതാക്കാം. എന്ന് വെച്ചാൽ അടയ്ക്കാം. വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ടും കഴിക്കാം. പക്ഷെ ഞങ്ങളൊരു ഫുള്ളായിട്ട് തന്നെയാണ് വെച്ചത്. അങ്ങനെ നമ്മുടെ സാധനം റെഡി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കട്ട്ലേറ്റും ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ വീഡിയോ പിന്നെ എടുത്തില്ല. അങ്ങനെ കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ ഷവർമയും കട്ട്ലേറ്റും. ലാമി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രെഡിലാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായി ആ ബാറ്ററിനൊക്കെ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായി.
നമുക്ക് വീട്ടിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഒന്നും കൂടാത്ത ഒരാൾ വന്നേക്കുന്നു. അപ്പോൾ അത് കഴിക്കാനായപ്പോഴത്തേക്ക് എത്തി. ഉണ്ടാക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരുടെയും കൈ ഈ ഷവർമയിലും കട്ട്ലേറ്റിലും പതിഞ്ഞിട്ടുണ്ട്. ഇയാൾ കഴിക്കാനായപ്പോഴത്തേക്ക് മാത്രം എത്തി. അപ്പോൾ അതേ ഞങ്ങളിനി കഴിച്ചു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ചിക്കൻ കുഴച്ചാൽ, ക്യാബേജ് മുറിച്ചാൽ, എല്ലാം ഉണ്ടാക്കിയാൽ